ഇത് കണ്ടല്ലോ, നമ്മളിപ്പോൾ നമ്മളുടെ വാട്ടർഫോളിനകത്ത് വെള്ളം കയറ്റാതെ തൽക്കാലം ടെമ്പററി ബൈപ്പാസ് ചെയ്ത് കൊടുത്തിരിക്കണം. ആ പറഞ്ഞ വെള്ളം ടാങ്കിലേക്ക്. ഇത് കഴിഞ്ഞ് ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. നമസ്കാരം. ഡയമണ്ട് അക്വാനേച്ചർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത് നമ്മൾ പോണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. മൂന്നാമത്തെ വീഡിയോയിൽ ചെയ്യുന്നത് വാട്ടർഫോൾ ഉണ്ടാക്കണം. ആ വാട്ടർഫോൾ വളരെ നേരിട്ട് കാണുമ്പോൾ ഹെവി ആണെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുളത്തിൽ വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരാൻ തുടങ്ങി. അന്നേരം നമ്മൾ വാട്ടർഫോളിലേക്ക് പറഞ്ഞ വെള്ളം ബൈപ്പാസ് ചെയ്ത് ഡയറക്റ്റ് ടാങ്കിലേക്ക് ആക്കിയപ്പോൾ വെള്ളം കുറയാനില്ല. അപ്പോൾ വാട്ടർഫോൾ വഴി വെള്ളം നമുക്ക് ലോസ് ആകുന്നുണ്ടായിരുന്നു. അന്നേരം അത് നമ്മൾ കണ്ടുപിടിച്ച് എവിടെയാണെന്നുള്ളത് ഒരെണ്ണം റിപ്പയർ ചെയ്തിരുന്നു. 3 ബാരലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആ ബാരൽ 3 എണ്ണം വെച്ചിരിക്കുന്നതിനകത്തൂടെയാണ് വെള്ളം ലീക്കാണത്. എന്നിട്ട് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ചെറിയൊരു റിപ്പയർ ചെയ്യണം. അത് നമുക്ക് ചെയ്യണം, ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം. നമ്മുടെ ഇതിനകത്ത് വാട്ടർഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വാട്ടർഫോളിൻ്റെ അത് ഈ ചുറ്റും കാണുന്ന ഭാഗമില്ലേ, ഇത് മാത്രം ഹോളോ ബ്രിക്സ് വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ഭാഗത്തൊന്നും സിമെൻ്റ് അല്ല, ഫുള്ളായിട്ട് വെറുതെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ 3 കന്നാസ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 3 കന്നാസ് ഈ ഭാഗത്തും ഇവിടെ 2 എണ്ണം വെച്ച്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3 വർഷത്തിന് മേളിലായി നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ പോണ്ടിൽ വെള്ളം ഒരു ദിവസം ഒരു 1/4 ഭാഗം വെച്ച് കുറയാനുണ്ടായിരുന്നു. ഏകദേശം ഒരു 4000 ലിറ്റർ വെച്ച് ഒരു ദിവസം കുറയാനുണ്ടായിരുന്നു വെള്ളം. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഈ ഒന്നാമത്തെ ഇതില്ലേ ബാരൽ വെച്ച ഭാഗമില്ലേ, അവിടെ അതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം പോകുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാസ്റ്റർ ചെയ്ത് വൃത്തിയാക്കി. എന്നിട്ട് അതിനകത്തൂടെ ഉണ്ടാകും. ഇപ്പോൾ ഇതിനകത്ത് വെള്ളം കുറയാനില്ല. അത് കഴിഞ്ഞ് 2 എണ്ണം ഇന്ന് നമ്മൾ ചെക്കിയപ്പോൾ അതിനകത്തും ഹോളുണ്ട്. അതിനകത്ത് നമ്മൾ നിലവിൽ ഇതേപോലെ പ്ലാസ്റ്റർ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാൻ പോയിരുന്നു. അങ്ങനെ ഇതെല്ലാം രണ്ടും കൂടെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വെള്ളത്തിൻ്റെ അത് കഴിഞ്ഞ് വാട്ടർ ലെവൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. മറ്റേ ഒരു ദിവസം 4000 ലിറ്റർ വെള്ളമൊക്കെ നഷ്ടപ്പെടുത്തുക എന്ന് കഴിഞ്ഞാൽ ശരിയല്ല. അതുകൊണ്ട് നമ്മളത് റിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഏതായാലും 3 വർഷം നല്ല ഭംഗിയായിട്ട് ഓടി കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഇത് ചെയ്തത്. പിന്നെ ഇപ്പോൾ വെയിൽ കൂടുതലായിട്ട് വെള്ളത്തിൽ ചെറുതായിട്ട് ആൽഗയുണ്ട്. പിന്നെ അതുപോലെ മുമ്പ് നമ്മൾ 24 മണിക്കൂറും ഫിൽറ്റർ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് 12 മണിക്കൂർ ഡേ ടൈം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആ രീതിയിലോട്ട് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കന്നേരം ഇതിൻ്റെ ബാക്കി റിപ്പയർ ചെയ്യാം. ഇത് ചെയ്യണ വീഡിയോ ഉണ്ടല്ലോ, ഈ വാട്ടർഫോൾ ചെയ്യണ വീഡിയോ നമ്മൾ 3ാമതാം കണ്ടു ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് വാട്ടർഫോൾ ഉണ്ടാക്കിയിരിക്കണമെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ റിപ്പയർ ചെയ്യാനായിട്ടേ ഇതിനകത്ത് കണ്ട ഫുള്ളായിട്ട് നമ്മൾ സിമെൻ്റ് ഇട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു 3/4 ഭാഗം വരെ മണ്ണിട്ട് നമ്മൾ ഫില്ല് ചെയ്യും കേട്ടോ. മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലത്തെ സിമെൻറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യണം. ഇത് കണ്ട ഒരെണ്ണത്തിനകത്ത് മണ്ണിട്ട് ഇതിനകത്ത് മണ്ണിട്ട് ഇതിനകത്ത് ഇടാൻ ഇനി ബാക്കി കിട്ടും. അങ്ങനെ മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ബാക്കി നോക്കാം. ഇപ്പോൾ ഓക്കെ. ടാങ്കിനകത്ത് 2 സ്ഥലത്തും മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഇനി ഇതിനകത്ത് നമുക്ക് സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞ് ബാക്കി അടിക്കാം. സിമെൻറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുറേ 2-3 ദിവസം നനച്ച് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഡയറക്റ്റ് നമുക്ക് വെള്ളം അടിക്കാവുന്നതാണ്. കാര്യം ഈ സിമെൻറ്റിൻ്റെ കെമിക്കൽ ഇത്രയും വെള്ളം കിടക്കണമല്ലേ. അതുകൊണ്ട് ഈ 2 ചെറിയ റിപ്പയർ കൊണ്ടൊന്നും ആ കെമിക്കൽ എഫക്റ്റ് ഒന്നും മീനിന് പ്രശ്നമാകത്തില്ല. അതുകൊണ്ട് നമുക്ക് സിമെൻറ്റ് ചെയ്ത് 2-3 ദിവസം ക്യൂർ ചെയ്ത് നല്ല ക്യൂർ ചെയ്ത് കഴിഞ്ഞ് വെള്ളം തുറന്നു കൊടുക്കുക. അപ്പോൾ അറിയാം വീണ്ടും എവിടെയെങ്കിലും ലീക്ക് ഉണ്ടാകുന്നുള്ളത് അതിന് ശേഷമേ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്ത് പോവാം. സിമെൻ്റൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചെറുതായിട്ട് വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് സിമെൻ്റ് ഇട്ട് ഫില്ല് ചെയ്യാം. അങ്ങനെ 2ഉം ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഫിനിഷായി കഴിഞ്ഞ് ബാക്കി കാണിക്കാം. സിമെൻ്റ് ഇട്ട് ക്ലിയർ ആക്കിയാൽ നേരത്തെ ഈ 3 എണ്ണത്തിനകത്തും ചെടി വയ്ക്കാൻ വേണ്ടി പരുവത്തിനാണ് നമ്മൾ ആ ഡ്രം വെച്ചിരുന്നത്. പക്ഷേ ചെടി വെച്ചപ്പോൾ ചെടിയുടെ വേര് ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറിയിട്ടാണ് ഇതിനകത്ത് ഇത്രയും ഡാമേജ് സംഭവിച്ചത്. ഇപ്പോൾ നമ്മൾ ചെടി വയ്ക്കണില്ല. വല്ല പക്ഷികളൊക്കെ വല്ല ഇരുന്നെങ്കിൽ അതിന് വെള്ളം കുടിക്കാനോ കരിക്കാവുന്ന രീതിയിൽ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2-നകത്തും 3-നകത്തും അങ്ങനെ തന്നെയുണ്ട്. ചെറിയ രീതിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് ഈ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.